നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ടേക്ക് ഓഫിന് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിമാനത്തിന്റെ എഞ്ചിനിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. യാത്രക്കാരുമായി വിമാനം പറന്നുയരാൻ പോകുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഇത് കണ്ടത്. ടിക്കറ്റ് എടുത്ത് ബോർഡിംഗ് പാസ് വാങ്ങി വിമാനത്തിനകത്തേക്ക് പ്രവേശിച്ച ശേഷം എമർജൻസി എക്സിറ്റിലൂടെ പുറത്തേക്ക് പ്രവേശിച്ച യുവാവ് എഞ്ചിനകത്തേക്ക് ചാടിക്കയറുകയായിരുന്നുവെന്നാണ് വിവരം. എമർജൻസി എക്സിറ്റിലൂടെ യുവാവ് പുറത്തേക്ക് കടക്കുന്നത് എയർപോർട്ട് അധികൃതർ കണ്ടിരുന്നു. US പൗരനായ 30-കാരൻ കൈലറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൈലറിന് പ്രാഥമിക ചികിത്സ നൽകാൻ ശ്രമിച്ചെങ്കിലും യുവാവ് മരിച്ചെന്ന് തിരിച്ചറിയുകയായിരുന്നു. അമേരിക്കൻ സംസ്ഥാനമായ ഉട്ടയിലുള്ള സാൾട്ട് ലേക്ക് സിറ്റി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. കൈലർ എന്ന യുവാവിനെ എഞ്ചിനരികിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. ശൈത്യകാലമായതിനാൽ ഐസ് ഉരുകുന്നതിന് വേണ്ടി ഡി-ഐസിംഗ് പാഡിലായിരുന്നു വിമാനം നിർത്തിയിട്ടിരുന്നത്. എഞ്ചിൻ പ്രവർത്തിക്കുന്നുമുണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ യുവാവിന്റെ വസ്ത്രങ്ങളും ഷൂസും റൺവേയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. പിന്നീട് എഞ്ചിന് സമീപം കിടക്കുന്ന കൈലറിനെയാണ് അധികൃതർ കണ്ടത്. ഉടൻ തന്നെ എഞ്ചിൻ ഓഫാക്കാൻ പൈലറ്റിന് നിർദ്ദേശം നൽകി. കൈലറിന് പ്രാഥമിക ചികിത്സ നൽകാൻ ശ്രമിച്ചെങ്കിലും യുവാവ് മരിച്ചെന്ന് തിരിച്ചറിയുകയായിരുന്നു. ശേഷം വിമാനത്തിലെ യാത്രക്കാരെ പുറത്തിറക്കി പരിശോധന നടത്തി. കൈലറിന് കഴിഞ്ഞ 10 വർഷമായി മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പിതാവ് അറിയിച്ചിട്ടുണ്ട്. സമാനമായ സംഭവം നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗാംബിയയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് എത്തിയ വിമാനത്തിന്റെ വീൽ ബേയിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഗാംബിയയുടെ തലസ്ഥാനമായ ബഞ്ചുളിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക്കിലേക്ക് പുറപ്പെട്ട വിമാനത്തിലായിരുന്നു സംഭവം. TUI എയർവേസിന്റെ ജെറ്റിൽ പുരുഷന്റെ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയെന്നാണ് ഗാംബിയൻ അധികൃതർ അറിയിച്ചത്. UK-യിലെ സസെക്സ് മെട്രോപൊളിറ്റൻ പോലീസിൽ നിന്ന് ഗാംബിയ സർക്കാരിനെ വിവരം അറിയിച്ചപ്പോൾ അഗാധമായ ഞെട്ടലും സങ്കടവും ഉണ്ടാക്കിയെന്നും അവർ പ്രസ്താവനയിൽ അറിയിച്ചു. വിമാനത്തിന്റെ വീൽ ബേയ്ക്കുള്ളിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. മരിച്ചയാളെ ആദ്യം തിരിച്ചറിയാനായിരുന്നില്ല. UK-യിലെ സസെക്സ് മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചതായി ഗാംബിയൻ സർക്കാർ പ്രസ്താവനയിലൂടെ ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. ഇയാളുടെ പേര്, വയസ്സ്, പൗരത്വം തുടങ്ങിയവ തെളിയിക്കുന്ന ഒരു രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ തന്നെ മൃതദേഹം ആരുടേതാണെന്ന് ആദ്യഘട്ടത്തിൽ വ്യക്തമല്ലെന്നും പ്രസ്താവനയിൽ അറിയിക്കുകയായിരുന്നു. മരിച്ചത് ഗാംബിയൻ പൗരനാണോ അതോ ഗാംബിയ വഴി മറ്റൊരിടത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചിരുന്ന വ്യക്തിയാണോ എന്നും വ്യക്തമായിരുന്നില്ല. മൃതദേഹം പുറത്തെടുത്ത ആശുപത്രിയിലേക്ക് മാറ്റുകയും മൃതദേഹം ആരുടേതാണെന്ന് അറിയാനായി DNA പരിശോധനയ്ക്കുള്ള നടപടികൾ ബ്രിട്ടീഷ് പോലീസും ഗാംബിയൻ അധികൃതരും സംയുക്തമായി നടത്തിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.